സിജോ ഇനി തിരിച്ചു വരില്ല എന്ന് പ്രതീക്ഷിച്ച് നോറ കളിച്ച കളികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സിജോ പോയ ദിവസം. പക്ഷെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. റോക്കിയുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് റോക്കിയെ അലക്കി തേച്ച് വെളുപ്പിക്കുന്ന തരത്തിലുള്ള വൈറ്റ് വാഷിംഗ് ഗെയിമാണ് നോറ അന്നൊക്കെ കളിച്ചോണ്ടിരുന്നത് സിജോ പോയ ആ ഒരു ദിവസം. നോറ എന്തൊക്കെയാണ് സിജോയെ കുറിച്ച് പറഞ്ഞു കൂട്ടിയത്. എത്ര പേരോടാണ് സിജോ നോറ അതും ഇതും പറഞ്ഞത്. സിജോ റോക്കിയെ മെന്റലി അസോൾട്ട് ചെയ്തു, സിജോ അടി ചോദിച്ചു മേടിച്ചു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുള്ളവർ കുറെ പേര് പറഞ്ഞു. അവിടെ ഉള്ളവരില് ഏറ്റവും ആദ്യം പറഞ്ഞു കേട്ടത് നോറയുടെ നാവിൽ നിന്നുമാണ്. അതെല്ലാം നോറ എന്ന് പറഞ്ഞത് സിജോ തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ടാണ്. ആ വിഷ്വൽസ് ഒക്കെ ബിഗ് ബോസ് സിജോയെ കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സിജോയുടെ കംബാക്കില് പുള്ളി ഏറ്റവും ആദ്യം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നോറേനെ തന്നെയായിരിക്കും. അത് മുന്നിൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നു സിജോ കയറിയപ്പോഴുള്ള നോറയുടെ ഫേസിലെ എക്സ്പ്രഷൻ വളരെ വെളുത്ത് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും സിജോ തിരിച്ച് വന്നിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള വെല്ലുവിളിയൊക്കെ പുള്ളി നടത്തുന്നുണ്ട്. ലിവിംഗ് റൂമിൽ ഒരു വലിയ പ്രസംഗം, നീട്ടി വലിച്ചൊരു പ്രസംഗമൊക്കെ സിജോ പറയുന്നുണ്ട്. പോയ ആളായിട്ടല്ല സിജോ തിരിച്ചു വന്നിരിക്കുന്നത്, വളരെ ഹെൽത്തിയുമാണ്. അതേസമയം വാക്കുകൾക്ക് കുറെ കൂടി മൂർച്ച കൂടിയതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. സിജോയെ ക്യാപ്റ്റൻ ഇട്ടത് നെസ്റ്റ് റൂമിൽ തന്നെയാണ്. നിർത്തിയെടുത്തു നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞാണ് സിജോയെ വീണ്ടും നെസ്റ്റിലേക്ക് വിട്ടത്. അത് അംഗബലം കണക്കിലെടുത്ത് വേണമെങ്കിൽ ഡെന്നിലോട്ട് ഇടാമായിരുന്നു. പക്ഷെ അത് ശ്രീതു അവിടെ ഒരു ഗെയിം കളിച്ച പോലെയൊക്കെ എനിക്ക് വീണ്ടും ഫീൽ ചെയ്തു. ക്യാപ്റ്റൻ ഭയങ്കര ഗെയിം കളിയാണ് കേട്ടോ. ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.